എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് LD ക്ലർക്ക് 2024 എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സീരീസ് ആണ്. ഈ സീരീസിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളെ കുറിച്ചിട്ടാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ. ഇന്ത്യയിൽ ആകെ 13 പ്രധാന തുറമുഖങ്ങളുണ്ട്. 180-ലധികം ചെറുകിട തുറമുഖങ്ങളുമുണ്ട്. ഇവ വലിയ തോതിൽ ജലഗതാഗതം കൈകാര്യം ചെയ്യുന്നു. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലും മറ്റുള്ളവ അതത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുമാണ് ഉള്ളത്. ഇന്ത്യയിലെ തുറമുഖങ്ങളെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്: പശ്ചിമതീര തുറമുഖങ്ങളെന്നും കിഴക്കൻ തീര തുറമുഖങ്ങളെന്നും. നമ്മൾക്ക് ആദ്യം പശ്ചിമതീരത്തെ പ്രധാന തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കണ്ട്ല, മുംബൈ, ജവഹർലാൽ നെഹ്റു തുറമുഖം, മർമഗോവ, ന്യൂ മാംഗ്ലൂർ, കൊച്ചി. അടുത്തത് കിഴക്കൻ തീര തുറമുഖങ്ങളാണ്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഹാൽഡിയ, പാരദീപ്, വിശാഖപട്ടണം, എണ്ണൂർ, ചെന്നൈ, തൂത്തുക്കുടി, പോർട്ട് ബ്ലെയർ. ഈ ചിത്രത്തിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ സമുദ്രതീരം വളരെ വിശാലമാണ് അല്ലേ. ഇത് പടിഞ്ഞാറ് ഗുജറാത്ത് മുതൽ കിഴക്ക് വെസ്റ്റ് ബംഗാൾ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സമുദ്രതീരമാണ് ഇന്ത്യക്കുള്ളത്. കാൺല തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് സംസ്ഥാനത്തിലാണ്. അതേപോലെ മുംബൈ, ജവഹർലാൽ നെഹ്റു തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലും, അതേപോലെ മർമഗോവ ഗോവയിലും, ന്യൂ മാംഗ്ലൂർ കർണാടകയിലും, കൊച്ചി കേരളത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും തുറമുഖങ്ങളാണ് പ്രധാനമായും പടിഞ്ഞാറ് ഭാഗത്തുള്ള തുറമുഖങ്ങൾ. ഇനി കിഴക്ക് ഭാഗത്തുള്ളത് ഏതൊക്കെയാണ്? തൂത്തുക്കുടി ചെന്നൈയിലാണ്. അതേപോലെ ഹാൽഡിയ വെസ്റ്റ് ബംഗാൾ, പാരദീപ് ഒഡീഷ, എണ്ണൂറും തമിഴ്നാട് തന്നെയാണ്. അതേപോലെ പോർട്ട് ബ്ലെയർ ആൻഡമാൻ. അടുത്തത് വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ. ഇന്ത്യയിൽ മേജർ തുറമുഖങ്ങളുടെ ആകെ എണ്ണം 13. മേജർ തുറമുഖങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. മേജർ തുറമുഖങ്ങളുടെ എണ്ണത്തിൽ 1-ാം സ്ഥാനം തമിഴ്നാട്. 3 തുറമുഖങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത്. അത് ഏതൊക്കെയാണ്? എണ്ണൂർ, ചെന്നൈ, തൂത്തുക്കുടി. ചെറുകിട തുറമുഖങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. മേജർ തുറമുഖങ്ങളുടെ സുരക്ഷാ ചുമതല വഹിക്കുന്നത് CISF ആണ്. ഇനി നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളെ കുറിച്ച് നോക്കാം. ഒന്നാമത്തേത് കാൺല തുറമുഖം. കാൺല തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്ത് സംസ്ഥാനത്തിലാണ്. ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നാണ് കാൺല തുറമുഖത്തെ വിശേഷിപ്പിക്കുന്നത്. കാരണം എന്താണ്? ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ടപ്പോൾ പ്രധാന തുറമുഖമായ കറാച്ചി പാകിസ്ഥാന്റെ ഭാഗത്തായി. അതുകൊണ്ട് നിർമ്മിച്ച പുതിയ തുറമുഖമാണ് കാൺല തുറമുഖം. അതെവിടെയാണ് നിർമ്മിച്ചത്? ഗൾഫ് ഓഫ് കച്ചിലാണ് കാൺല തുറമുഖം നിർമ്മിച്ചത്. 1950-കളിലാണ് കാൺല തുറമുഖം പണി കഴിപ്പിച്ചത്. ഒരു വേലിയേറ്റ തുറമുഖമാണ് കാൺല. പെട്രോളിയം, സ്റ്റീൽ, ഇരുമ്പ്, ഉപ്പ്, ധാന്യങ്ങൾ, തുണി എന്നിവ കയറ്റുമതി ചെയ്യപ്പെടുന്നു. ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല 1965-ൽ കാൺലയിൽ നിലവിൽ വന്നു. ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ കച്ച് ഉൾക്കടലിലാണ് കാൺല പോർട്ട്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് കാൺല. ഏഷ്യയിലെ ആദ്യത്തെ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ സ്ഥാപിതമായത് കാൺലയിലാണ്. ഇതിന്റെ വർഷം 1965. ഇന്ത്യയിൽ ആദ്യമായി എക്സ്പോർട്ട് പ്രോസസിംഗ് സോൺ ആരംഭിച്ചത് കാൺലയിലാണ്. അടുത്തത് മുംബൈ തുറമുഖം. ഇന്ത്യയുടെ സമുദ്ര വാണിജ്യത്തിന്റെ വലിയൊരു ഭാഗവും മുംബൈ തുറമുഖത്തിലൂടെയാണ് നടക്കുന്നത്. ഏകദേശം 400 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന മുംബൈ തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം. ഇന്ത്യയുടെ പരുത്തി തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ അത് മുംബൈ ആണ്.
കപ്പലുകൾക്ക് നങ്കൂരമിടാൻ 63 നങ്കൂര കേന്ദ്രങ്ങളുണ്ട്. ഇതിന്റെ ഭാഗമായ ജവഹർ ദ്വീപിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വാണിജ്യം നടക്കുന്നു. 1870-കളിലാണ് ആദ്യത്തെ ഡോക്ക് നിർമ്മിക്കുന്നത്. 1873-ലാണ് ബോംബെ പോർട്ട് ട്രസ്റ്റ് രൂപീകരിക്കുന്നത്. അതിനു മുമ്പ് മുംബൈ പോർട്ട് ട്രസ്റ്റ് ആയിരുന്നു. പശ്ചിമ തീരത്തുള്ള സ്വാഭാവിക തുറമുഖമാണ് മുംബൈ തുറമുഖം. പ്രിൻസ് ഡോക്ക്, വിക്ടോറിയ ഡോക്ക്, ഇന്ദിര ഡോക്ക് എന്നീ ഡോക്കുകൾ ഉള്ളത് മുംബൈയിൽ ആണ്. 1873-ൽ സ്ഥാപിതമായ ബോംബെ പോർട്ട് ട്രസ്റ്റ് ആണ് തുറമുഖത്തിന്റെ ഭരണം നിർവഹിക്കുന്നത്. അടുത്തത് ജവഹർലാൽ നെഹ്റു പോർട്ട് അല്ലെങ്കിൽ നവശേവ. മുംബൈ തുറമുഖത്തിലെ വർദ്ധിച്ചു വരുന്ന തിരക്ക് കുറയ്ക്കാൻ വേണ്ടി 1970-കളിൽ നിർമ്മിച്ച ഒരു തുറമുഖമാണ് ജവഹർലാൽ നെഹ്റു പോർട്ട് അല്ലെങ്കിൽ നവശേവ. ഇതിന് പ്രധാനമായും 3 ടെർമിനലുകളാണുള്ളത്. ഒന്നാമത്തേത് ജവഹർലാൽ നെഹ്റു പോർട്ട് കണ്ടെയ്നർ ടെർമിനൽ, രണ്ടാമത്തേത് ഗേറ്റ്വേ ടെർമിനൽ ഓഫ് ഇന്ത്യ, മൂന്നാമത്തേത് നവശേവ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരിക്കാത്ത കണ്ടെയ്നർ ടെർമിനലാണ് നവശേവ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖമാണ് നവശേവ. മഹാരാഷ്ട്രയിലെ മുംബൈയിൽ അറബിക്കടലിന്റെ തീരത്താണ് നവശേവ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് മർമഗോവ അല്ലെങ്കിൽ മോർമുഗവോ എന്നും പറയും. സുവാരി നദിയുടെ അഴിമുഖത്താണ് തുറമുഖം. പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ കരാറിനനുസരിച്ചാണ് തുറമുഖ നിർമ്മാണം തുടങ്ങിയത്. ഗോവയിലെ പ്രധാന തുറമുഖമാണ് മർമഗോവ. ഇതൊരു പ്രകൃതിദത്ത തുറമുഖമാണ്. 1963-ൽ ഒരു പ്രധാന തുറമുഖ പദവി ലഭിച്ചു. അടുത്തത് ന്യൂ മാംഗ്ലൂർ തുറമുഖം. ഇത് സ്ഥിതി ചെയ്യുന്നത് മംഗലാപുരത്താണ്. മംഗലാപുരത്തിന് സമീപമുള്ള പനമ്പൂരാണ് ആസ്ഥാനം. കൊങ്കൺ റെയിൽവേയുമായും ദേശീയപാതയുമായും ബന്ധിപ്പിച്ചിരിക്കുന്നു. കർണാടക സംസ്ഥാനത്തെ ഏക മേജർ തുറമുഖമാണ് ന്യൂ മാംഗ്ലൂർ. 1962-ൽ നിർമ്മാണം ആരംഭിച്ച തുറമുഖം 1974-ൽ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയാണ്. ഇരുമ്പയിര്, ഗ്രാനൈറ്റ്, കോഫി, കശുവണ്ടി തുടങ്ങിയവയാണ് പ്രധാനമായും ന്യൂ മാംഗ്ലൂർ വഴി കയറ്റുമതി ചെയ്യുന്നത്. അറബിക്കടലിൽ ലക്ഷദ്വീപ് കടലിന് സമീപം വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് കൊച്ചി തുറമുഖം. കേരളത്തിലെ മേജർ തുറമുഖമാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന മേജർ തുറമുഖമാണ് കൊച്ചി തുറമുഖം. 1341-ൽ പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് രൂപം കൊണ്ടതാണ് കൊച്ചി തുറമുഖം. ബ്രിട്ടീഷ് ആധിപത്യകാലത്ത് 1926-ലാണ് ആധുനിക കൊച്ചി തുറമുഖം തുറന്നത്. ബ്രിട്ടീഷ് തുറമുഖ എഞ്ചിനീയറായ റോബർട്ട് ബ്രിസ്റ്റോയുടെ മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണം. തിരുവിതാംകൂർ, കൊച്ചി, മദ്രാസ് സർക്കാരുകൾ യോജിച്ചാണ് പദ്ധതി ചെലവ് വഹിച്ചത്. വെല്ലിംഗ്ടൺ, വല്ലാർപാടം എന്നീ ദ്വീപുകളിലായിട്ടാണ് കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. ഇതെങ്ങനെയാ ഉണ്ടായത്? കൊച്ചി തുറമുഖത്തിന്റെ ആഴം കൂട്ടുന്നതിനായി കുഴിച്ചെടുത്ത മണ്ണ് നിക്ഷേപിച്ചതിന്റെ ഫലമായി രൂപം കൊണ്ട ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് രൂപവൽക്കരിച്ചത് 1964-ലാണ്. ആദ്യ പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ PR സുബ്രഹ്മണ്യൻ ആയിരുന്നു. വല്ലാർപാടം ദ്വീപിനെ എറണാകുളം നഗരവുമായും വൈപ്പിൻ ദ്വീപുമായും ബന്ധിപ്പിക്കുന്ന പാലമാണ് ഗോശ്രീ പാലം. കൊച്ചി തുറമുഖത്തിനെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചതാരാണ്? RK ഷൺമുഖൻ ചെട്ടി. ഇദ്ദേഹം കൊച്ചിയിൽ ദിവാനായിരുന്നു. അതിനുശേഷം കേന്ദ്ര ധനമന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അടുത്തത് തൂത്തുക്കുടി തുറമുഖം അല്ലെങ്കിൽ VO ചിദംബരനാഥ് പോർട്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന തുറമുഖങ്ങളിലൊന്നാണ് തൂത്തുക്കുടി തുറമുഖം. പാണ്ഡ്യരാജാക്കന്മാരുടെ പ്രധാന തുറമുഖമായിരുന്നു. ഇന്ത്യൻ ഉപദ്വീപിന്റെ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് തൂത്തുക്കുടി. 1974-ലാണ് തൂത്തുക്കുടിക്ക് മേജർ തുറമുഖം എന്ന പദവി ലഭിച്ചത്.
അടുത്തത് ചെന്നൈ തുറമുഖം. ആദ്യകാലത്ത് മദ്രാസ് തുറമുഖമെന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1881 പ്രവർത്തനം ആരംഭിച്ചു. നവശേവ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ടാണ് ചെന്നൈ തുറമുഖം. കിഴക്കൻ തീരത്തെ ഏറ്റവും വലിയ തുറമുഖമാണ് ചെന്നൈ തുറമുഖം. ദക്ഷിണേന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്ന തുറമുഖമാണ് ചെന്നൈ തുറമുഖം. ചെന്നൈ തുറമുഖത്ത് പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് വാഹനങ്ങൾ, വാഹന ഘടകങ്ങൾ, വസ്ത്രോൽപ്പന്നങ്ങൾ എന്നിവയാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് എംഡൻ എന്ന ജർമ്മൻ കപ്പൽ ചെന്നൈ തീരത്തടുക്കുകയും ഷെൽ വർഷിക്കുകയും ചെയ്യുകയുണ്ടായി. 1914 സെപ്റ്റംബർ 22-നാണ് ഈ സംഭവം നടക്കുന്നത്. അടുത്തത് എണ്ണൂർ തുറമുഖം അല്ലെങ്കിൽ കാമരാജൻ പോർട്ട് ലിമിറ്റഡ്. ചെന്നൈയിൽ നിന്ന് വടക്കായി സ്ഥിതി ചെയ്യുന്നു. കാമരാജൻ തുറമുഖം എന്നാണ് ഇതിന്റെ പുതിയ പേര്. പൊതുമേഖലാ കമ്പനിയായ ആദ്യത്തെ ഇന്ത്യൻ തുറമുഖമാണിത്. 2001 പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് തുറമുഖമാണ് എണ്ണൂർ തുറമുഖം. തമിഴ്നാട് വൈദ്യുത ബോർഡിനു വേണ്ടി ചെന്നൈ തുറമുഖത്ത് ഇറക്കിയിരുന്ന കൽക്കരി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് എണ്ണൂർ തുറമുഖം നിർമ്മിച്ചത്. ചെന്നൈ തുറമുഖത്ത് നിന്ന് 24 കിലോമീറ്റർ വടക്കുമാറി കോറമണ്ടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. അടുത്തത് വിശാഖപട്ടണം തുറമുഖം. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. 1933 പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്നത് വിശാഖപട്ടണം തുറമുഖമാണ്. തുറമുഖ കവാടത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഡോൾഫിനോസ് എന്ന പേരുള്ള കുന്നാണ് കിഴക്കൻ തീരത്ത് വീശിയടിക്കുന്ന ചുഴലിക്കാറ്റുകളിൽ നിന്ന് സംരക്ഷിക്കുന്നത്. ആന്ധ്രാപ്രദേശിനെ കൂടാതെ ഛത്തീസ്ഗഡ്, ഒഡീഷയുടെ തെക്കൻ ഭാഗം എന്നീ പ്രദേശങ്ങളും വിശാഖപട്ടണം തുറമുഖത്തിന്റെ ഹിൻഡർലാൻഡിൽ ഉൾപ്പെടുന്നു. അടുത്തത് പാരദീപ് തുറമുഖം. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് മഹാനദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതിനു സമീപം ഒഡീഷയിലെ ജഗത്സിംഗ്പൂർ ജില്ലയിലാണ് പാരദീപ് തുറമുഖം. 1966 പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യ വിഭജനത്തോടെ ധാക്ക തുറമുഖത്തിന്റെ സേവനം രാജ്യത്തിന് നഷ്ടമായതോടെയാണ് കിഴക്കൻ തീരത്ത് പാരദീപ് തുറമുഖത്തിന്റെ നിർമ്മാണം പ്രസക്തമായത്. സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ പ്രധാന തുറമുഖമാണ് പാരദീപ് തുറമുഖം. പാരദീപ് തുറമുഖത്ത് നിന്ന് ഇരുമ്പ്, അലൂമിനിയം എന്നിവ കയറ്റുമതി ചെയ്യുന്നു. കയറ്റുമതി ബിസിനസിന്റെ ഭൂരിഭാഗവും ജപ്പാനിൽ നിന്നാണ്. അടുത്തത് കൊൽക്കത്ത തുറമുഖം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ച തുറമുഖമാണ് കൊൽക്കത്ത തുറമുഖം. ഇന്ത്യയിൽ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഏക മേജർ തുറമുഖമാണ് കൊൽക്കത്ത തുറമുഖം. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ഏറ്റവും വടക്ക് സ്ഥിതി ചെയ്യുന്ന മേജർ തുറമുഖമാണിത്. കടലിൽ നിന്ന് 203 കിലോമീറ്റർ അകലെയാണ് കൊൽക്കത്ത തുറമുഖം. ഇന്ത്യൻ തുറമുഖങ്ങളിൽ ഏറ്റവും വലിയ ഹിൻലാൻഡ് ഉള്ളത് കൊൽക്കത്ത തുറമുഖത്തിനാണ്. അതായത് സ്വാധീന മേഖലയുള്ളത് കൊൽക്കത്ത തുറമുഖത്തിനാണ്. മുഗൾ ചക്രവർത്തി ഔറംഗസീബിൽ നിന്ന് വ്യാപാരാവകാശങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊൽക്കത്ത തുറമുഖം നിർമ്മിച്ചത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജാപ്പനീസ് സേനകൾ 2 പ്രാവശ്യം ബോംബാക്രമണത്തിന് വിധേയമാക്കിയിട്ടുള്ള തുറമുഖമാണ് കൊൽക്കത്ത തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് സംവിധാനങ്ങളിൽ ഒന്ന് കൊൽക്കത്ത തുറമുഖത്തിലാണ്. പശ്ചിമ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നിവയും വടക്കുകിഴക്കൻ ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങളും നേപ്പാൾ, ഭൂട്ടാൻ എന്നീ അയൽ രാജ്യങ്ങളും ടിബറ്റ് സ്വയംഭരണ പ്രദേശവും കൊൽക്കത്ത തുറമുഖത്തിന്റെ ഹിൻലാൻഡിൽ ഉൾപ്പെടുന്നു. കൊൽക്കത്ത തുറമുഖത്തിന് 2 ഡോക്ക് സംവിധാനങ്ങളുണ്ട്. കൊൽക്കത്ത ഡോക്സും ഹാൽഡിയ ഡോക്ക് കോംപ്ലക്സും. അടുത്തത് പോർട്ട് ബ്ലെയർ. കേന്ദ്രഭരണ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഏക മേജർ തുറമുഖമാണ് പോർട്ട് ബ്ലെയർ. ഇന്ത്യയിൽ ഏറ്റവും കിഴക്കായി സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് പോർട്ട് ബ്ലെയർ. ഇന്ത്യയിലെ 13ാമത്തെ മേജർ തുറമുഖമാണ് പോർട്ട് ബ്ലെയർ. 2010 ജൂണിലാണ് പോർട്ട് ബ്ലെയറിനെ പ്രധാന തുറമുഖമായി പ്രഖ്യാപിച്ചത്.
ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ചെയ്ത് നോക്കാം. ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളുടെ ആകെ എണ്ണം 13. മേജർ തുറമുഖങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര സർക്കാർ. ചെറുകിട തുറമുഖങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന സർക്കാർ. മേജർ തുറമുഖങ്ങളുടെ സുരക്ഷാ ചുമതല വഹിക്കുന്നത് CISF. ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം കാണ്ഡ്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം കണ്ട്ല. കറാച്ചി തുറമുഖത്തിന്റെ കുറവ് നികത്താനായി ഇന്ത്യ നിർമ്മിച്ച തുറമുഖം കണ്ട്ല. 1965 ഇന്ത്യയിലെ ആദ്യ പ്രത്യേക സാമ്പത്തിക മേഖലയെ അതായത് സെസ് പ്രഖ്യാപിച്ച തുറമുഖമാണ് കണ്ട്ല. കണ്ട്ല തുറമുഖത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ് അലാങ്. കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്നത് അലാങ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം മുംബൈ തുറമുഖം. മുംബൈ തുറമുഖത്തിൽ സ്ഥിതി ചെയ്യുന്ന 3 ഡോക്കുകൾ ഇന്ദിരാ ഡോക്ക്, പ്രിൻസ് ഡോക്ക്, വിക്ടോറിയ ഡോക്ക്. ജവഹർലാൽ നെഹ്റു തുറമുഖത്തിന്റെ പഴയ പേര് നവശേവ. ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖം ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം ജവഹർലാൽ നെഹ്റു തുറമുഖം. ഗോവയിലെ ഏക മേജർ തുറമുഖം മർമഗോവ. ഇന്ത്യയിൽ ഏറ്റവും അധികം ഇരുമ്പയിര് കയറ്റുമതി നടത്തുന്ന തുറമുഖം മർമഗോവ. മണ്ഡോവി, സുവാരി നദികളുടെ സംഗമ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം മർമഗോവ. മർമഗോവ തുറമുഖം മേജർ തുറമുഖമായ വർഷം 1964. കർണാടകത്തിന്റെ കവാടം എന്നറിയപ്പെടുന്ന തുറമുഖം ന്യൂ മാംഗ്ലൂർ തുറമുഖം. ന്യൂ മാംഗ്ലൂർ തുറമുഖത്തിന്റെ പഴയ പേര് പനമ്പൂർ തുറമുഖം. കർണാടകത്തിലെ ഏക മേജർ തുറമുഖം ന്യൂ മാംഗ്ലൂർ തുറമുഖം. കേരളത്തിലെ ഏക മേജർ തുറമുഖം കൊച്ചി തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം കൊച്ചി തുറമുഖം. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്ന കായൽ വേമ്പനാട്ട് കായൽ. ഇന്ത്യയിൽ ആദ്യമായി കണ്ടെയ്നർ കപ്പൽ നങ്കൂരമിട്ട തുറമുഖം കൊച്ചി തുറമുഖം. കൊച്ചി തുറമുഖത്തിൽ നങ്കൂരമിട്ട ആദ്യ കണ്ടെയ്നർ കപ്പൽ പ്രസിഡന്റ് ടെയ്ലർ 1973. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം തൂത്തുക്കുടി തുറമുഖം. തൂത്തുക്കുടി തുറമുഖത്തിന്റെ പുതിയ പേര് വിഒ ചിദംബരനാർ തുറമുഖം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള തുറമുഖം തൂത്തുക്കുടി തുറമുഖം. ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ തുറമുഖങ്ങളിൽ ഒന്നാണ് തൂത്തുക്കുടി തുറമുഖം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖം ചെന്നൈ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന തുറമുഖം ചെന്നൈ തുറമുഖം. ചെന്നൈ തുറമുഖത്തിന്റെ പഴയ പേര് മദ്രാസ് തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ ഹാർബർ തുറമുഖം ചെന്നൈ തുറമുഖം. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖങ്ങളിൽ ഏറ്റവും വലുത് ചെന്നൈ തുറമുഖം. എണ്ണൂർ തുറമുഖത്തിന്റെ പുതിയ പേര് കാമരാജൻ തുറമുഖം. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ തുറമുഖം എണ്ണൂർ തുറമുഖം. ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് തുറമുഖം എണ്ണൂർ തുറമുഖം. ഇന്ത്യയിലെ പരിസ്ഥിതി സൗഹൃദ തുറമുഖം എണ്ണൂർ തുറമുഖം. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്ന് വിശേഷിപ്പിക്കുന്ന തുറമുഖം വിശാഖപട്ടണം തുറമുഖം. ആന്ധ്രാപ്രദേശിലെ ഏക മേജർ തുറമുഖം വിശാഖപട്ടണം തുറമുഖം. ഇന്ത്യയിലെ ഏക കരബന്ധിത മേജർ തുറമുഖം വിശാഖപട്ടണം തുറമുഖം. ഡോൾഫിൻ നോസ്, റോസ് ഹിൽ എന്നീ മലകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന തുറമുഖം വിശാഖപട്ടണം. ഒഡീഷയിലെ ഏക മേജർ തുറമുഖം പാരദീപ് തുറമുഖം. കൃത്രിമ ലഗൂണുകളിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം പാരദീപ് തുറമുഖം. കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദി ഹൂഗ്ലി. കിഴക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന തുറമുഖം കൊൽക്കത്ത തുറമുഖം. കൊൽക്കത്ത തുറമുഖത്തിന്റെ തിരക്കൊഴിവാക്കാൻ വേണ്ടി നിർമ്മിച്ച
നിർമ്മിച്ച തുറമുഖം ഹാൽഡിയ. ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം കൊൽക്കത്ത തുറമുഖം. ഇന്ത്യൻ ഉപദ്വീപിൽ നിന്നും മാറി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം പോർട്ട് ബ്ലെയർ. ഇന്ത്യയുടെ 13ാമത്തെ മേജർ തുറമുഖം പോർട്ട് ബ്ലെയർ. മേജർ തുറമുഖമായ വർഷം 2010 ജൂലൈ 1. തുറമുഖങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട വസ്തുതകൾ കൂടി നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തുറമുഖം ഏതാണ്? ഗുജറാത്തിലെ സൗരാഷ്ട്ര മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പിപവാവ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ തുറമുഖം ആന്ധ്രാപ്രദേശിലെ ഗംഗാവാരമാണ്. ഇതിന്റെ ആഴം 21 മീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം ഗുജറാത്തിലെ മുന്ദ്ര. തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്ത് അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് 2015 ഡിസംബർ 5-നാണ്. അദാനി ഗ്രൂപ്പിനാണ് നിർമ്മാണ ചുമതല. നിങ്ങൾക്ക് ക്ലാസുകൾ പ്രയോജനകരമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. താങ്ക് യു.